ഞാൻ കഴിഞ്ഞ സാധനം കാണിക്കാൻ പറ്റിയാൽ നമുക്ക് മുളക് തേച്ചും പൊരിടിപ്പ് വന്നിട്ട് മുരടിപ്പ് വന്നിട്ട് ഒരു ചപ്പൽ ഇങ്ങനെ ചുരുട്ടി നിൽക്കുന്നത് അതൊരു പ്രാണീൻ്റെ ഉപദ്രവമാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം എടുത്ത് എനിക്ക് ചെയ്യുന്നതാണ്. ഇതിന് എന്തെല്ലാം വേണം? ഒരു കഞ്ഞീൻ്റെ വെള്ളം വേണം. ആ കഞ്ഞീൻ്റെ വെള്ളം എടുത്ത് ഇനി ഒഴിക്കട്ടെ. കഞ്ഞീൻ്റെ വെള്ളം ഒഴിച്ച് ഇനിയിപ്പം കുറച്ച് 2 സ്പൂണ് പിന്നെ ചാരം, 2 സ്പൂണ് വലിയ സ്പൂണ് 2 സ്പൂണ് ചാരം കണ്ടില്ലേ, 2 സ്പൂൺ ചാരം, 1 സ്പൂണ് മഞ്ഞൾ. ഇതാണ് മഞ്ഞൾപ്പൊടി. വലിയ സ്പൂണിനാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്, അതുകൊണ്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഉണ്ടല്ലേ. അപ്പോൾ 1 സ്പൂണേ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി കുറച്ചേ ഒരു സ്പൂണേ കൊണ്ടു. ഇനി മഞ്ഞൾപ്പൊടി കുറച്ച് കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ പറയാം, ചാരം കൂടി എടുത്താൽ നമ്മൾ കുടഞ്ഞു കൊടുക്കുന്നില്ലേ, കുഴപ്പമൊന്നുമില്ല. ചാരം നമ്മളിപ്പോൾ നല്ലോണം കുടഞ്ഞു കൊടുക്കുന്നില്ലേ. കണ്ട ഇതേപോലെ ഈ പരുവത്തിലായി. ഇതിലൊരു 3 ലിറ്റർ വെള്ളവും 4 ലിറ്റർ വെള്ളവും കൂടി ആക്കിയിട്ടാണ് കണ്ട ഈ തോതിലായിട്ട് ഇത് 4 ലിറ്റർ വെള്ളത്തിലാണ് ഞാനിപ്പം ആക്കിയിട്ടുള്ളത്. ഇത് കൂടി നിങ്ങളെന്ന വേണ്ടത്തിൽ എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ കണ്ടുപോകില്ല. അതുകൊണ്ട് എല്ലാവരും ലൈക്കും ഞാൻ തരും. എല്ലാവരും വീഡിയോസെല്ലാം ഞാനിപ്പം തുറന്നു വെച്ചിട്ട് കാണുന്നില്ല, ഞാൻ കേൾക്കും. പക്ഷേ നിങ്ങൾ പിന്നെ എൻ്റെ വീഡിയോ എല്ലാം കണ്ടാൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കണ്ടു തരും. പക്ഷേ ലൈവിലിപ്പം വരാൻ കഴിയുന്നില്ല. കണ്ണിന് വളരെ അസുഖമാണ്. അത് മാറിയിട്ടില്ല. ഒരേ ഫോൺ നോക്കുമ്പോൾ ഭയങ്കര വിഷമം വരുന്നത്. അതുകൊണ്ട് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ മാത്രമേ മാറുള്ളൂ. അത്രയും എനിക്ക് നിങ്ങളോട് പറയാനില്ല. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് പറയാനില്ല. ഇനിയിപ്പം നമുക്ക് ഇപ്പോൾ കണ്ട നിങ്ങൾ ഈ ചപ്പിൻ്റെ മുരടിപ്പ് വേണ്ട, ഇത് വേണ്ട, വേണ്ട, ഇതേപോലെയാണ് വരുന്നത്. ഇതെല്ലാം എന്ന് വെച്ചാൽ വലിയ പുഴുക്കളുണ്ട് ഇതിൻ്റെ അകത്ത്. ഞാൻ നോക്കി, പുഴുവുണ്ട്, എന്തെല്ലോ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഇതാ പുഴുക്കളുണ്ട്, അതാണ് ഇതിന് വരുന്നത്. ഇതിപ്പം ഞാൻ ഉറുമ്പ് പക്ഷെ എന്തെല്ലോ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ലേശം മുളക് പൂക്കാൻ പോവാന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇനി ലേശം ഇത് അടിച്ചു കൊടുക്കട്ടെ. ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഞാൻ അരിച്ചിട്ടില്ല, എന്നാൽ വെച്ചാൽ സ്പ്രേ ചെയ്തല്ല. ഇന്ന് ഞാൻ കൈകൊണ്ട് കുടഞ്ഞു കൊടുക്കുമായിരുന്നു നിലത്തുനിന്ന് തന്നെ. അതുകൊണ്ട് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക, അതുകൊണ്ട് അരിച്ചിട്ടില്ല. കണ്ടാ ഇതിൻ്റെ തല പൊട്ടിച്ച് ചാടിയേക്കാം. ഇതിൻ്റെ തല ഇത് പൊട്ടിച്ച് ചാടണം, അല്ലെങ്കിൽ ഉണ്ടല്ല പൊട്ടിച്ചാൽ വേഗം അപ്പുറത്ത് തിരി വന്നോളും. ആ തിരി നന്ന മോശമായത് അങ്ങ് പൊട്ടിച്ച് ചാടിയേക്കുക. കണ്ടാ, എന്നാൽ അതാണ് വേണ്ടത്. പ്രൂണിങ് ചെയ്തിട്ട് വേണം. എന്നാൽ അധികം ഉയരവും വരില്ല. നന്ന തിരി പോയതെല്ലാം പൊട്ടിച്ചങ്ങ് ചാടിയേക്കുക. ഇതേപോലെ എല്ലാം പൊട്ടിച്ച് ചാടി. ഞാൻ നോക്കിയിട്ടില്ല, അത് നേരത്തെ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ അറിയില്ല. പക്ഷേ നേരത്തെ ഇത് പൊട്ടിച്ച് ചാടുമായിരുന്നു. ഇതെല്ലാം പൊട്ടിച്ച് ചാടി അതിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സാധനത്തിനും നമ്മൾ ഈ കേട് വന്നത് അവിടെ നിർത്താൻ പാടില്ല. അല്ലെങ്കിൽ ഈ മുളകെല്ലാം പ്രൂണിങ് ചെയ്താലുണ്ടല്ലോ നല്ലതാണ്. പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പടക്കാരത്തിൽ വരും, പടർന്ന് വിസ്താരത്തിൽ വരും. പിന്നെ തല പൊട്ടിയിട്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തലയങ്ങ് നീണ്ടങ്ങ് എത്തിപ്പോയി. ഇനിയിപ്പോൾ മഴക്കാലമല്ലേ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ പൂത്ത് പോയത് കൊണ്ടാണ് പൊട്ടിക്കഴിഞ്ഞ്. സാരമില്ല, കുറച്ച് ഞാൻ പൊട്ടിച്ച് ചാടിയിട്ടാണ്. ഇതെല്ലാം പൊട്ടിച്ച് ചാടിയിട്ടുണ്ട്. നുള്ളി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എന്നാൽ മുരടിപ്പിനും വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ കേട് വന്നതങ്ങ് പോയല്ല. പിന്നെ ഇനി നമ്മളതിന് ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വന്നോളും. മനസ്സിലായില്ലേ? ഇതാണ് ഇന്നത്തെ പരിപാടി. ഉണ്ടല്ലേ, ഇതെല്ലാം ഇങ്ങനെ പൊട്ടിച്ച് കളയണം കേട്ടോ. ഇങ്ങനെ വരുന്ന ഈ മുരടിപ്പ് വന്ന തലയെല്ലാം ഉണ്ടല്ലോ, നമ്മൾ ആദ്യം തന്നെ പൊട്ടിച്ചങ്ങ് കളഞ്ഞിട്ടേ മരുന്നടിച്ച് കൊടുക്കാറുള്ളൂ. അതെന്താ ചതാടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ കൂടേ ഉള്ളൂ. അതങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന മരുന്ന് പെട്ടെന്ന് പിടിക്കും. അല്ലെങ്കിൽ ഉണ്ടല്ല അതവർക്ക് പിടിച്ചൊന്നും വരില്ല. അതിൻ്റെ മേലെ അതങ്ങനെ കുരുടിച്ച് നിൽക്കും. അതിൻ്റെ ഇപ്പുറത്തേക്കൂടി അപ്പുറത്തേക്ക് എന്നാൽ ഇപ്പോൾ നല്ല തിരിയങ്ങ് വരും. ഇതാണ് ഇന്നത്തെ പരിപാടി. കണ്ടാ, ഇനിയിപ്പം ഞാനിത് കുടഞ്ഞു കൊടുക്കട്ടെ. നല്ല വൃത്തി കുടഞ്ഞു കൊടുക്കണം. കണ്ടാ, നല്ലോണം മഞ്ഞൾ, ചാരം, പിന്നെ കഞ്ഞിവെള്ളം, ഇത് 3 മാത്രമേ വേണ്ടൂ. നമ്മൾ അടുക്കളയിലുള്ള സാധനം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമ്മളെ മുരടിപ്പ് മാറ്റാനും മുളകിലെല്ലാം മാറ്റാനെല്ലാം ഇത് മാത്രമേ വേണ്ടൂ. നമ്മൾ പറയുന്നില്ല ഇതെല്ലാം വെറും ഇതാണെന്നൊന്നും അല്ല. ഇതെല്ലാം കറക്റ്റായിട്ടുള്ള സാധനം. നമ്മളിത് ചെയ്ത്
അനുഭവത്തിൽ വന്നതാണ്, അനുഭവത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാം ഞാൻ അനുഭവിച്ചിട്ട് അറിഞ്ഞതുകൊണ്ടാണ്. ഈ പാടം ഉയരത്തിലായിപ്പോയി. ഞാൻ തായലും മുളക് ഞാൻ തായലും ആയിപ്പോയി, മുളക് ഉയരത്തിലും ആയിപ്പോയി. കണ്ടില്ലേ? ഇത് കണ്ട, ഇതേപോലെ ഞാൻ തായൽ മുളക് ഉയരത്തിൽ. നോക്കട്ടെ, എന്നാലും നമുക്കാവും പോലെ എത്തിച്ചു കൊടുക്കുക. കണ്ടില്ലേ? ഇതെല്ലാം അങ്ങ് ചാടി പൊട്ടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, തേച്ചങ്ങ് വന്നോളൂ, ഭംഗിയിൽ വന്നോളൂ. ഇനി പിന്നെ കുരുടി വരാൻ നിൽക്കരുത്. ഇത് എൻ്റെ അടുത്ത് ശേഷം കടന്നു പോയി, ഞാൻ നോക്കാൻ വൈകിപ്പോയി. അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നില്ലേ, വരൂല. അല്ല അന്നേരം കുറച്ച് ചാരം വെറുങ്ങിനോട് പാറ്റി കൊടുത്താലും മതിയായിരുന്നു. അന്നേരം ഇങ്ങനെ വരൂലായിരുന്നു മുളകിനി. കണ്ടില്ലേ? ഇത് എല്ലാം വൃത്തിയിലാക്കി കൊടുത്താലേ കണ്ട. നല്ലോണം ഇനി നല്ലോണം ഒഴിച്ചു കൊടുക്കുക വെച്ചിട്ട്. ഇതേപോലെ ഉണ്ടല്ലേ, ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്താലേ നല്ല ഭംഗിയായിട്ട് അവരവരെ പണിയെടുത്തു. ഇതെല്ലാം തിരി അപ്പുറത്തേക്കൂടി വന്നോളൂ. ഇത് പൊട്ടിച്ചാൽ അല്ലെങ്കിൽ ഉണ്ടല്ല വരില്ല. ഇത് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അവർ പോവും. അവർ ആറെ കുരുടിച്ച് അതിൻ്റെ ആ മുരടിപ്പ്, ആ ചപ്പിന് മുരടിപ്പൊന്നും മാറൂല. നമ്മൾ വേറെ വരുന്ന തിരില് മാത്രമേ മാറിക്കിട്ടൂ. അതാണ്. അന്നേരം അതങ്ങ് പോയാൽ പിന്നെ നമുക്കത് പ്രശ്നമല്ല. ഇനിയിപ്പോൾ അടിച്ചു കൊടുത്തിട്ട് കണ്ടില്ലേ? ഞാൻ എല്ലാത്തിനും ഒഴിച്ചു കൊടുത്തു. ഉണ്ടാവുന്ന അപ്പുറത്ത് അങ്ങേ തിളക്കം ഒരു മുളക്. ഈ മുളകിടെ ഇത്രയും മുളക് നട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ രണ്ടാമത് നട്ടത് ഇത്രയേ ഉള്ളൂ. എന്നാലും ഇഷ്ടം പോലെ മതി, എനിക്ക് ഇതൊക്കെയൊന്നും വേണ്ട. പക്ഷെ എന്നാലും ഞാൻ നടുന്നതാണ്. നടുമ്പോൾ ഒരു കുറച്ച് നടാഞ്ഞാൽ അങ്ങനെയാണ് ഏറ്റിട്ട് നട്ടതാണ്. ഇപ്പം കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.